മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 29. വാർത്തയുടെ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം നിർത്തിയിട്ട് 3-ാം ദിവസം. തുടർച്ചയായ മണ്ണും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീഴുന്നതിനാൽ താമരശ്ശേരി ചുരം റോഡിൽ NH 766 3-ാം ദിവസവും ഗതാഗതം നിർത്തിവെച്ചു. മഴയില്ലാത്തപ്പോൾ റോഡിന്റെ ഒരു പാതയിലൂടെ ലൈറ്റ് വാഹനങ്ങൾക്ക് മാത്രമേ ഇടയ്ക്കിടെ കടന്നു പോകുവാൻ അനുവാദമുള്ളൂ. മറ്റു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്. ഉയർന്ന പാറക്കെട്ടുകളിലെ വിള്ളലുകളും ചുരത്തിൽ മഴ മൂലം പുതുതായി രൂപം കൊണ്ട അരുവിയുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കേരളം ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാണ് പ്രധാന ദിവസങ്ങൾ എന്ന് നോക്കിയാലോ? 1-ാം ഓണം എത്തുന്നത് സെപ്റ്റംബർ 4 വ്യാഴാഴ്ചയാണ്. തിരുവോണ നാളൊരുക്കൽ ഒരു ഉത്രടപ്പാച്ചിൽ. തിരുവോണം മിഴി തുറക്കുന്നത് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാണ്. ഈ വർഷം തിരുവോണ ദിവസം മറ്റൊരു ആഘോഷം കൂടി വരുന്നുണ്ട്. നബിദിനവും 5-ന് തന്നെയാണ്. 3-ാം ഓണം അവിട്ടം സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ചയാണ്. 4-ാം ഓണം ചതയം സെപ്റ്റംബർ 7 ഞായറാഴ്ചയാണ് എത്തുക. അന്നു തന്നെ മലയാളി ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തിയും. സ്കൂളുകളിലെ ഓണാവധി സെപ്റ്റംബർ 8 വരെ നീണ്ടു നിൽക്കും. അമേരിക്കയുടെ താരിഫ് വഞ്ചനക്കിടയിൽ പ്രധാനമന്ത്രി മോദി കിഴക്കനേഷ്യയിൽ തന്ത്രപരമായ നയതന്ത്ര ഇടപെടലുകൾ ആരംഭിച്ചു. ജപ്പാനിലേക്കുള്ള നിർണായക യാത്രയ്ക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ടോക്കിയോയിലെത്തി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ സാമ്പത്തികവും തന്ത്രപരവുമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനാകും ഈ സന്ദർശനം കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുക. കൂടാതെ 2025 ഓഗസ്റ്റ് 31 ഞായറാഴ്ച ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. 2020 അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുണ്ടായ ഉഭയകക്ഷി ബന്ധങ്ങളിൽ വന്ന വിള്ളലിനു ശേഷം ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് 7 വർഷത്തിനിടെ മോദിയുടെ ആദ്യ ചൈന സന്ദർശനം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുവാൻ ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസിന് അഹമ്മദാബാദിൽ ആതിഥേയത്വം വഹിക്കുവാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. പ്രധാനമന്ത്രി മോദിയുടെ പേരിലുള്ള 1,32,000 പേർക്ക് ഇരിക്കാനുള്ള പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. ഗുജറാത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും ഒരു ഹോസ്റ്റ് സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നതിനും സർക്കാർ പദ്ധതിയിടുന്നു. സഞ്ജു സാംസന്റെ തകർപ്പൻ ഫോം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ KCL പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തി. സ്റ്റാർ ബാറ്റ്സ്മാൻ സഞ്ജു ഓപ്പണറുടെ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതിനു ശേഷം തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികളും 37 പന്തിൽ നിന്ന് 62 റൺസും നേടി. 3 മത്സരങ്ങളിൽ നിന്ന് 21 സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. സാംസന്റെ ആധിപത്യം ആരാധകരെ ആവേശഭരിതരാക്കുക മാത്രമല്ല, 2025 ഇന്ത്യയുടെ ഏഷ്യ കപ്പ് പ്ലേയിങ് 11-ൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന പ്രതീക്ഷ വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലവിലെ ഫോമിൽ ദേശീയ ടീമിന് അദ്ദേഹത്തെ ഒഴിച്ചുകൂടാനാവാത്തതാകുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നു. വാർത്ത തുടരും. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.